അന്തരിച്ച നടനും സംവിധായകനുമായ തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് വിട ചൊല്ലി കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തറ കണ്ടനാട്ടുള്ള വീട്ടുവളപ്പിൽ നടന്നു. തമിഴ് നടൻ സൂര്യ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ നിന്നടക്കം നിരവധി പേരാണ് വീട്ടിലേക്ക് അന്തിമോപചാരത്തിനായി എത്തിയത്. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ എന്തായാലും മലയാളത്തിൻ്റെ നടൻ, നമ്മുടെ നടൻ ശ്രീനിവാസൻ ഇപ്പോൾ വിട ചൊല്ലിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം പൂർത്തിയായി. ഇപ്പോൾ കാളിദാസനും അവിടെ നിന്ന് ചേരുന്നുണ്ടെന്നറിയാം. എന്തായാലും എങ്ങനെയാണ് കാളിദാസൻ ഇപ്പോഴത്തെ ഓർമ്മകൾ? ചടങ്ങുകളും പൂർത്തിയായി അഗ്നിക്കിരയായിരിക്കുന്ന ശ്രീനിവാസൻ എന്നുള്ള വലിയ പ്രതിഭ കണ്ടു നിൽക്കാനാവുന്ന ആവശ്യമില്ല. ഇനിയെത്തുന്ന രംഗങ്ങളാണ് വളരെയധികം വൈകാരികമായ രംഗങ്ങളാണ്. അവസാന നിമിഷം സത്യനന്ദിക്കാട് ഒരു പേനയും പേപ്പറും അവിടെ സമർപ്പിക്കുന്നുകൊണ്ട് അവരുടെ ആത്മബന്ധത്തിന്റെ ആഴമറിയിക്കുന്ന ഒരു 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 സിമ്പലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സത്യനന്ദിക്കാട് പറയുന്ന ഞാൻ ശ്രീനിവാസൻ ഇത്തരത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു രംഗം ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായി അത് കണ്ടതിൽ ഈ ഒരു വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഈ ഒരു അവർക്ക് ഒട്ടനവധി പേരുണ്ടായിരുന്ന നടൻ മുകേഷ് ഉണ്ടായിരുന്ന അവസാനപ്പെട്ട മുകേഷ് ഉണ്ടായിരുന്നു. രഞ്ജിപ്പണിക്കരാണ് ഈ ഒരു മരണവാർത്ത നിമിഷം മുതൽ ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി എല്ലാ ക്രമീകരണങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്ന് നയിച്ചത് രഞ്ജിപ്പണിക്കരായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കൃത്യമായി പൂർത്തിയായി. നമുക്കറിയാം ഇന്നലെ രാവിലെയോടെയാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ വെച്ച് പിന്നീട് പെട്ടെന്ന് കൂടുതൽ വേണ്ട നടപടികളെ കൊടുന്ന് കടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നുള്ള ഒരു ചെറിയ രീതിയിൽ വർഷം മക്കളൊക്കെ എത്താനുള്ള ഒരു കാമുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഒരു ഇങ്ങനെ പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് യാത്ര ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് യാത്ര എടുക്കുന്നത്. പിന്നാലെ കടനാട്ടിലെ ഇന്നലെ രാവിലത്തെ ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ശേഷം ഒരു 3 മണിക്ക് ശേഷം പിന്നെയും ശേഷം പിന്നീട് വീട്ടിലേക്ക് എത്തിയ ശേഷം അങ്ങനെ തീർച്ചയായും ഇന്നലെയൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒട്ടനവധി പേർ ഈ ഒരു സമയത്ത് തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ മേഖലയിൽ അമ്മ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ എത്തിച്ചേരുന്ന ഒരു കാഴ്ച രാവിലെയാണ്. പിന്നീട് സത്യനന്ദിക്കാടൊക്കെ ഞാൻ തന്നെയുണ്ട്. എന്നാണ് മകൻ ദിലീപ് കഴിഞ്ഞ ദിവസവും ദിലീപ് ഉണ്ടായിരുന്നത്. മോഹൻലാലൊക്കെ തന്നെ ടൗൺ ഹാളിലേക്ക് ചെന്നിട്ടുണ്ടാവും. മോഹൻലാൽ വൈകാരികമായി ഈ ഒരു നിമിഷം സമയത്തേക്ക് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ആ ചടങ്ങുകളും ഒക്കെ പൂർത്തിയായി ഇവിടെ ഇന്നത്തെ ദിവസം രാവിലെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചു. രാവിലെ ഒരു 9:15 വരെ ആളുകൾ പ്രതിപക്ഷം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. കൃത്യമായി ക്രമീകരിച്ചിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് ചടങ്ങുകൾക്കായി അദ്ദേഹം വീടിന്റെ മുന്നേറ്റത്തേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകളൊക്കെ കൃത്യമായി ചെയ്ത് വേണ്ട മന്ത്രോച്ചാരണം മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ആഘോഷം പോലും ഒട്ടനവധി ആളുകൾ ശ്രീനിവാസനെ കാണാനായി എത്തുന്നുണ്ടായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വന്നിരുന്നു, മുകേഷ് ഉണ്ടായിരുന്നു, ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു, പ്രസാദ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പേരായിരുന്നു. അവരുടെ ആ വൈകാരികമായ നിമിഷത്തിൽ അവർ കണ്ടു മറന്ന അല്ലെങ്കിൽ കണ്ടു മറക്കാത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറക്കാത്ത ഒട്ടനവധി ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ അവരെ പോലും ചിലപ്പോൾ അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേഖലയെ പോലും വിമർശിച്ച ശ്രീനിവാസന്റെ ഔദ്യോഗികത അതിനെ എത്രത്തോളം കാളിദാസൻ അത് തന്നെയാണ്. മലയാളത്തിനൊട്ടും നികത്താനാവാത്ത വിടവാണ് ഇന്ന് നമ്മളെ വിട്ടു പോയത്. എന്നാലും എറണാകുളം കണ്ടനാട്ടെ വീട്ടിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹം നട്ടുവളർത്തിയ ചെടികൾക്കിടയിൽ അദ്ദേഹം ഉറങ്ങുകയാണ്. എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഏറെയും ആഗ്രഹിക്കപ്പെടുന്നത് പലരും. അദ്ദേഹം ഇപ്പോൾ വിട ചൊല്ലിയിരിക്കുന്നു. അവസാനമായി ഒരു പ്രാവശ്യം നമ്മൾ ആ ഗാർഡ് ഓഫ് ഓണർ ദൃശ്യങ്ങളിലേക്ക് പോയേക്കാം. Order!